ഇത്തവണ വേനൽക്കാല അവധിക്ക് യുഎഇയിൽ നിന്ന് ആയിരക്കണക്കിന് താമസക്കാരാണ് വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. എന്നാൽ ഈ യാത്രയിൽ എല്ലാവരും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പാണ് ഭരണകൂടം നൽകുന്നത്. ലോകത്ത് എബോള, ഹാൻഡ വൈറസ് പോലുള്ള സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യുഎഇയിൽ നിന്നുള്ള യാത്രക്കാർ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി ഔദ്യോഗിക യാത്രാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കൂടാതെ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ പോകുന്ന സ്ഥലങ്ങളിലെ ആരോഗ്യ അപ്ഡേറ്റുകളും അറിഞ്ഞിരിക്കണം. അതോടൊപ്പം എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയാൽ ഉടനടി ചികിത്സ തേടാൻ മടിക്കരുത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള, ഹാൻഡ വൈറസ് കേസുകൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ ആരോഗ്യ അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം യുഎഇയിലെ നിലവിലെ സ്ഥിതി സുരക്ഷിതമാണ്. രാജ്യത്തെ യാത്രക്കാർക്കായി നേരത്തെ തന്നെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എല്ലാ സംവിധാനങ്ങളും മുൻകരുതൽ നടപടികളും അതീവ സജീവമായി തന്നെ തുടരുകയാണ്. ഓരോ നീക്കങ്ങളും വിലയിരുത്തിക്കൊണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ യുഎഇ സജ്ജമാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുൻകരുതലുകളുടെ ഭാഗമായി എബോള ശക്തമായി നിലനിൽക്കുന്ന ഉഗാണ്ട, കോങ്കോ, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്നാണ് യുഎഇ പറഞ്ഞു വെക്കുന്നത്. വിമാനത്താവളങ്ങൾ, ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ, രാജ്യത്തേക്കുള്ള അതിർത്തികൾ എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ നിരീക്ഷണം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ജോർദാനും കുവൈറ്റും ആഫ്രിക്കയിൽ നിന്നുള്ളവർക്ക് 30 ദിവസത്തേക്ക് യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യുഎഇയിലെ താമസക്കാരും കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതേസമയം എബോള വൈറസ് വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ ആഹാരത്തിലൂടെയോ പടരുന്ന ഒന്നല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പൊതുഗതാഗതത്തിൽ ഒരാളുടെ അടുത്തിരിക്കുന്നത് കൊണ്ടോ വിമാനത്താവളങ്ങളിലൂടെയോ ഷോപ്പിംഗ് മാളിലൂടെയോ കടകളിൽ പോയതുകൊണ്ടോ ഈ രോഗം ഒരിക്കലും പടരില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് യുഎഇ പറഞ്ഞു വെക്കുന്നത്. രോഗലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിയുടെ ശരീരസ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടായാൽ മാത്രമേ എബോള വൈറസ് ബാധിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജാഗ്രത കൈവെടിയാൻ പാടില്ല. ഹാൻഡ വൈറസ് പോലുള്ള മറ്റ് ആരോഗ്യ സാഹചര്യങ്ങളെ യുഎഇ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇനി യാത്രയ്ക്ക് ശേഷം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഈ മാറ്റങ്ങളെ നിസ്സാരമായി കാണരുത്. അതുതന്നെയാണ് ഡോക്ടർമാർ നൽകുന്ന മുന്നറിയിപ്പും. പനി, കഠിനമായ ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം എന്നിവയൊക്കെയാണ് എബോളയുടെ ലക്ഷണങ്ങൾ. അതിനാൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണം. കൂടാതെ മലേറിയ, ടൈഫോയിഡ്, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ സാധാരണ രോഗങ്ങളുടെ ലക്ഷണങ്ങളുമായി ഇതിന് സാമ്യമുള്ളതിനാൽ ചികിത്സ തേടുമ്പോൾ കൃത്യമായ യാത്രാമാപ്പ് ഡോക്ടറോട് പറയുന്നത് നല്ലതായിരിക്കും. ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ആദ്യം വൈറസ് വ്യാപനം കണ്ടെത്തിയത്. എബോള വൈറസ് ബാധ അതീവ ഗുരുതരമായ ഒരു വൈറസ് തന്നെയാണ്. ഈ വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മുൻകരുതലുകളുടെ ഭാഗമായി എല്ലാ രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഇറ്റൂരിയിൽ നിന്നാണ് ഈ വൈറസ് വ്യാപനം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. കോങ്കോയുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യയാണ് ഇറ്റൂർ. ആരോഗ്യ സംഘടനകൾ പറയുന്നത് കോങ്കോയിൽ മാത്രമല്ല ഈ രോഗം ഇപ്പോൾ ഉള്ളത്. നോർത്ത് കിവു, ഗോമ എന്നിവിടങ്ങളിലേക്കും ഇത് വ്യാപിച്ചു കഴിഞ്ഞു എന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന മേഖലയാണ് ഗോമ. അതുപോലെ വാണിജ്യ ആവശ്യങ്ങൾക്കായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്താറുമുണ്ട്. ഇവ കൂടാതെ അയൽ രാജ്യമായ ഉഗാണ്ടയിലും രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. ഉഗാണ്ടയിലേക്കും രോഗം വ്യാപിച്ചതിനെ തുടർന്ന് കോങ്കോയുമായും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും മുൻകരുതൽ എടുക്കുന്നുണ്ട്. അതിർത്തിയിൽ ശക്തമായ പരിശോധനകളും നിരീക്ഷണങ്ങളും നടന്നു വരുന്നു. എബോള വൈറസ് ലോകം ആദ്യമായി തിരിച്ചറിയുന്നത് 1976-ലാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ എബോള നദിക്കരയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗബാധ ആദ്യം കണ്ടെത്തിയത്. അതിനാലാണ് ഇതിന് എബോള എന്ന പേര് ലഭിച്ചത്. മൃഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വവ്വാലുകളിൽ നിന്നും കുരങ്ങുകളിൽ നിന്നുമാണ് ഇത് മനുഷ്യരിലേക്ക് പടർന്നത്. രോഗബാധിതരായ ആളുകളുടെ രക്തം, സ്രവങ്ങൾ എന്നിവയിലൂടെ അതിവേഗം പടരുന്ന ഈ വൈറസ് ശരീരത്തിലെ ആന്തരികാവയവങ്ങളെ തകർക്കുകയും കടുത്ത രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. മുൻകാലങ്ങളിൽ ആഫ്രിക്കൻ വനമേഖലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ രോഗം വിമാന സർവീസുകളും ആഗോള സമ്പർക്കങ്ങളും വർദ്ധിച്ചതോടുകൂടിയാണ് ലോകരാജ്യങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് യുഎഇ ഭരണകൂടം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ എടുക്കാൻ പറയുന്നതും മുൻകരുതലുകൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നതും.